തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അഖില കേരള ധീവരസഭ കൊച്ചി താലൂക്ക് സമാപന സമ്മേളനം മേയർ VK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അഖില കേരള ധീവരസഭയുടെ താലൂക്ക് തല സമാപന സമ്മേളനം ശ്രീമാരംപള്ളി ദേവസ്വം ഹാളിൽ വെച്ച് കൊച്ചി മേയർ VK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പരിമിതികൾ ഇനിയും നമുക്ക് മറികടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ജൂബിലി വേളയിൽ നാം ഓർക്കേണ്ട പ്രധാന കാര്യം ഐക്യമാണ്. ഒരു സംഘടനയെ സംബന്ധിച്ച് ഐക്യത്തോടുകൂടി അതിന്റെ സമുദായ അംഗങ്ങൾക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി സുദീർഘമായ പോരാട്ടങ്ങൾ നമ്മുടെ സംഘടനയുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. സ്വാഗത സംഘം ചെയർമാൻ TS സനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൗൺസിലർമാരായ ഷാക്രിത സുരേഷ് ബാബു, പത്മകുമാരി, ധീവര ഭാരവാഹികളായ KK തമ്പി, PM സുഗതൻ, AR ശിവജി, G രാജൻ, ശിവപ്രസാദ്, VV മഞ്ജുള നടരാജൻ, നന്ദകുമാർ, ഗീത രാധാകൃഷ്ണൻ, PS സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ധീവരസഭയുടെ സ്വീകരണത്തോടൊപ്പം സുവർണ ജൂബിലി സ്മരണികയും മേയറും കൗൺസിലർമാരും ചേർന്ന് ഏറ്റുവാങ്ങി. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന തൊഴിൽ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള നടപടിക്ക് കൊച്ചി കോർപ്പറേഷൻ മുൻകൈയെടുക്കണമെന്നും മേയർ അഭിപ്രായപ്പെട്ടു. വേമ്പനാട് കായലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കൽ മത്സ്യത്തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്ന പ്രധാന കാരണങ്ങൾ ഒന്നാണ്. കോർപ്പറേഷൻ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്ന പ്രവർത്തനമല്ല അതെന്നും മറ്റ് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുമായി ചേർന്ന് നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതിനായി ധീവരസഭയുടെ സഹായം മേയർ യോഗത്തിൽ അഭ്യർത്ഥിച്ചു. പരിപാടികൾ സമാപിക്കുന്നു നടക്കുമ്പോൾ നമ്മളേവരും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 50 വർഷം മുമ്പ് ധീവരസഭ രൂപീകൃതമാകുമ്പോൾ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.